കേവലം 2 മാസം കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ അവസ്ഥ എന്താ എന്ന് ഈ ദൃശ്യം മാത്രം കണ്ടാൽ മതി. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം മണ്ഡലത്തിലെ കല്ലറ എന്ന പ്രദേശത്തെ സർക്കാർ ആശുപത്രിയിൽ ഇന്നലെ രാത്രി എത്തിയവർക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥ നിങ്ങൾ കാണണം. 2-3 മാസം മുന്നേ നിങ്ങൾ ഇത്തരം അവസ്ഥ കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കണ്ടിരുന്നോ എന്ന് കൂടി ചിന്തിക്കണം. എത്ര പെട്ടെന്നാണ് കേരളത്തിന്റെ സർക്കാർ മേഖലയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയതെന്ന് നോക്കണം. ശ്രദ്ധിക്കുക, സർക്കാർ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ സമ്പന്നന്റെ ആശുപത്രിയല്ല, സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രികളെ നവീകരിച്ച് ജനങ്ങൾക്ക് ഏത് സമയവും സഹായം കിട്ടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയ ഈ നാട്ടിൽ നടന്നിരുന്നു. അത് ഇന്നത്തെ അവസ്ഥയിൽ 2 മാസം കൊണ്ട് എങ്ങനെ എത്തിയെന്ന് നിങ്ങൾ തന്നെ കാണും. ഇത് കല്ലറത്ത ഗവൺമെന്റ് തറട്ട ഹോസ്പിറ്റലിന്റെ അവസ്ഥയാണ്. ഇന്നിപ്പോൾ ഒരു കൊച്ച് ഇവിടെ ശ്വാസം മുട്ടായിട്ട് വന്ന് നിൽപ്പുണ്ട്. അതേപോലെ തന്നെ ഞാൻ ആക്സിഡൻറ്റുമായിട്ട് വന്നു. ഇവിടെ ഒരു ഡോക്ടർമാരില്ല. ഇതെന്താണിത്? കല്ലറ ഗ്രാമപഞ്ചായത്തിലെ ഒരു മെയിൻ ഹോസ്പിറ്റലാണ്. രാത്രി ഒരു ഡോക്ടർമാരില്ല. ഇത് ചോദിക്കാനായിട്ട് ഇവിടെ ഏതെങ്കിലും ആൾക്കാരുണ്ടോ? ഒരു മനുഷ്യനില്ല. കണ്ട, ഇതെല്ലാം ഒഴിഞ്ഞടക്കുകയാണ്. സമയം രാത്രി 9:21. ഈ 2 ഗ്രാമപഞ്ചായത്ത് ഏകദേശം ഒരു 60,000-ഓളം ആൾക്കാർക്ക് ചികിത്സ കൊടുക്കേണ്ട, എമർജൻസികളുടെ ചികിത്സ കൊടുക്കേണ്ട ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർമാരില്ലാത്ത ഒരു അവസ്ഥയാണ്. ഡ്യൂട്ടി ഡോക്ടറില്ല, നഴ്സന്മാരില്ല, ആരും തന്നെ ഇല്ല. എല്ലാ കസേരകളും ഒഴിഞ്ഞു കിടക്കുന്നു. ഒരു ആക്സിഡന്റ് പറ്റി ഞാൻ വന്നു. അപ്പോഴാണ് അറിയുന്നത് ശ്വാസം മുട്ടായിട്ട് വേറൊരു കൊച്ചുമുണ്ട്. ഒരു മനുഷ്യനില്ലാത്ത ഒരവസ്ഥ. ഒരു സെക്യൂരിറ്റി മാവ് മാത്രം ഇവിടെ ഉണ്ട്. ആലോചിച്ച് നോക്ക്. നഴ്സന്മാർ പോലും ഒരു എൻക്വയറിക്ക് വേണ്ടി ഒരു നഴ്സ് പോലും ഇല്ലാതെ ഈ ഹോസ്പിറ്റല് അനാഥമാണ്. നഴ്സിംഗ് റൂമാണിത്, നഴ്സിംഗ് റൂം. ഒരു നഴ്സ് പോലും ഇവിടെ നമ്മളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഇല്ല. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ കേട്ടാ. ഇപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു ഡോക്ടർമാരോ ഒന്നുമില്ല. സെക്യൂരിറ്റിക്ക് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കറപ്ഷൻ, മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഡോക്ടർ ഉണ്ടാ മാഷേ? ഡോക്ടർ ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. അത് മതി നമുക്ക്. കാരണം ഒരു ഡോക്ടർ പോലും ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അവസ്ഥയാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നികുതി കൊടുക്കുന്ന നമ്മൾ ആരുടെ ഇത് പറയണം?